ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുൻ മീനുവിന് രാത്രി തന്നെ ക്യാരറ്റ് ദോശയും മുട്ട ദോശയും പിന്നെ നൈസ് ദോശയും ഇങ്ങനെ പലതരത്തിലുള്ള ദോശകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷത്തിൽ വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇഷ്ടമായോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ അഖില ഗൗതമാണെങ്കിൽ നല്ല വിഷമത്തിലാണ് വരുന്നത്. നോക്കുമ്പോൾ അഖില കിടക്കുകയാണ്. എന്തായാലും അവളോട് എങ്ങനെയാണ് ഞാൻ സോറി പറയുക, എനിക്ക് വയ്യ, ഞാൻ എപ്പോഴും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, ചില സമയത്ത് എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കുന്നില്ല, ഒന്നും പറയണ്ടായിരുന്നു, ഒരു നിമിഷം പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയി, പാവം അവൾക്ക് നല്ല വിഷമമായി കാണും, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ സോറി പറയാൻ ചെന്നാൽ ശരിയാകത്തില്ല, എഴുതി വെച്ചാലോ എന്നും പറഞ്ഞൊരു പേപ്പർ എടുത്തിട്ട് ഗൗതം ചെന്നൊരു പേപ്പറിൽ ക്ഷമയൊക്കെ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് അഖില വരുമ്പോഴത്തേക്കിനും ഗൗതം നല്ലതായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു സാധനം മേശപ്പുറത്തിരിക്കുന്ന കാരണം പോയി നോക്കുമ്പോൾ അതൊരു ലെറ്ററാണെന്ന് മനസ്സിലാവണം. അങ്ങനെ അഖില അതെടുത്ത് വെച്ച് വായിക്കണം. നമ്മളവിടെ മൂന്നാറിൽ പോയ സമയത്ത് നല്ല സന്തോഷത്തിലായിരുന്നല്ലോ റിസോർട്ടിലിരിക്കുമ്പോഴത്തേക്കും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ വീണ്ടും നിന്നോട് എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞു, ദേഷ്യപ്പെട്ടു, നീ എന്നോട് ക്ഷമിക്കുക, നിന്നെ ഞാൻ വേദനിപ്പിച്ചത് നിനക്ക് ഒത്തിരി വേദന ആയിന്ന് എനിക്കറിയാം, നീ എന്നോട് ക്ഷമിക്കാക്കില്ല എന്നും പറഞ്ഞ് എഴുതി വെക്കുക കേട്ടോ. അത് വായിച്ചിട്ട് ശരിക്കും പിന്നെ അഖിലേക്ക് ദേഷ്യമാണോ സങ്കടമാണോ, ഈ സ്ഥിരമുള്ള പരിപാടിയല്ലേ, അത് കേട്ട് കേട്ട് മടുത്തു. എന്നിട്ട് അഖില അത് അവിടെ വെക്കുകയാണ് കേട്ടോ. രാത്രി അവരങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെ മീനു കാത്തിരിക്കുകയാണ് അർജുൻ. അങ്ങനെ അർജുൻ വരുമ്പോഴത്തേക്കിനും അർജുന് വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, വന്നേ നമുക്ക് കിടക്കാം. അല്ല നീ എന്തെങ്കിലും നിൽക്കുന്നേ? അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മീനു ആലോചിക്കുകയാണ്, ദൈവമേ, ഞാനിന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് ഫസ്റ്റ് നെറ്റിൻ്റെ കാര്യം, അർജുനോട് ഞാനിന്ന് സംസാരിക്കാൻ വന്ന്, എന്താ ചെയ്യുക, എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെ തുടങ്ങും അർജുനോട്, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ മീനു നീ ആലോചിക്കുന്നത്, നീ വന്ന് കിടന്നേ, എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയാം. അതുമാത്രമല്ല ഇന്ന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടയേർഡാണ്. അങ്ങനെ കയറി കിടക്കുക കേട്ടോ. മീനു ആകെ ചമ്മി നിൽക്കുകയാണ്. അർജുനാണെങ്കിൽ സഹകരിക്കാത്ത രീതിയിലാണല്ലോ. അങ്ങനെ കട്ടിലോട്ട് മീനു ഇരിക്കുന്നുണ്ട്, അർജുൻ കിടക്കുകയാണ്. മീനു കിടക്കുന്നത് കണ്ടിട്ട് അർജുൻ തിരിഞ്ഞ് കിടക്കട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ മീനുവിന് ചെറിയ വിഷമമാണ്. മീനു ചോദിക്കുന്നുണ്ട്, എന്തിനാ അർജുൻ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നേ? അത് നീ കിടക്കല്ലേ, ഞാനിനി തിരിഞ്ഞെങ്ങാനും കിടന്ന രാത്രി അബദ്ധത്തിൽ നിന്നെ എങ്ങനെ കയറി കെട്ടിപ്പിടിച്ചാലോ, ഞാൻ തന്ന വാക്ക് പാലിക്കണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണമെന്ന് എന്ന് പറയട്ടോ. അവസാനം മീനു നിവർത്തിയില്ലാണ്ട് കയറി കിടക്കുകയാണ്. പക്ഷേ രാത്രിയാകുമ്പം നോക്കുമ്പം അർജുൻ നല്ല ഉറക്കത്തിലായിന്ന് മനസ്സിലാകുമ്പോൾ മീനു അർജുനെ തിരിച്ച് തൻ്റെ ഭാഗത്തേക്ക് തിരിച്ച് കിടത്തുകയാണ്. എന്നിട്ട് ആ നെഞ്ചിലേക്ക് തലവച്ച് ചാരി കിടക്കുകയാണ് കെട്ടിപ്പിടിച്ച്. ആ ഒരു ഇതിൽ തന്നെ അർജുനും മീനുവിനെ ചേർത്ത് വെച്ച് അങ്ങനെ തന്നെയാണ് അവർ കിടന്നുറങ്ങുന്നത് കേട്ടോ. നേരം വെളുക്കുമ്പോൾ അഖില കട്ടിലിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഗൗതമാണെങ്കിൽ പോവാൻ വേണ്ടി റെഡിയായി, തലമുടിയെല്ലാം കോതുന്ന ആ സമയത്ത് മനസ്സിൽ വിചാരിക്കണം, ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ലെറ്റർ വായിച്ചില്ലേ എന്തോ, എൻ്റെ ലെറ്റർ അതുപോലെ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ, വായിച്ചോ ഇല്ലേ എന്തോ, എന്തായാലും നോക്കാം എന്നും പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് റെഡിയായിട്ട് അഖില ഞാൻ ഇറങ്ങാം എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിന്നേ, അല്ല എന്തിനാ ഞാൻ നിൽക്കുന്നേ, നീ എഴുതി വച്ചിരിക്കുന്ന ലെറ്റർ ഞാൻ കണ്ടിരുന്നു, എനിക്കത് വേണ്ട, നീ തന്നെ എടുത്തോ. അപ്പോൾ അഖില, അത് നീ വായിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചതാ, മനസ്സിലായി, നീ ഒരു കാര്യം ചെയ്യ്, നീ അത് പോയി എടുക്ക്, അതെന്തിനാ, പോയി നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയാം കേട്ടോ. ആ ലെറ്റർ പോയി എടുത്ത് തിരിച്ച് നോക്കുമ്പോഴത്തേക്കിനും എഴുതി വച്ചിരിക്കുന്ന ഭാഗം റെഡ് കളർ പേനയിട്ട് മൊത്തം വെട്ടിയിട്ട് താഴെ ഐ ഹേറ്റ് യു എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത് ഗൗതമിൻ്റെ ഹൃദയം പൊടിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ എഴുതിയിരിക്കുന്നത് അഖില ക്ഷമിക്കും എന്ന് തന്നെയാണ് ഗൗതം വിചാരിച്ചിരുന്നത്. അപ്പം ഞാനപ്പോൾ ഈ എഴുതി വെച്ചിരുന്നില്ലെന്നൊരു അർത്ഥം ഇല്ലല്ലേ അഖില എന്ന് ചോദിക്കുകയാണ്. എന്തർത്ഥം, നിനക്ക് തോന്നുമ്പോൾ എന്തും വായി തോന്നുന്നെ വിളിച്ച് പറയാമല്ലേ, എന്നിട്ട് പിന്നീട് വന്ന് ക്ഷമ പറയാം, ഈ ക്ഷമ പറച്ചിൽ എന്തിനാണെന്ന് എനിക്കറിയാം, നീ പറഞ്ഞ തെറ്റായി പോകുന്ന എനിക്ക് മനസ്സിലായി, നിൻ്റെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നീ അങ്ങനെ പറയുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കാൻ തയ്യാറല്ല, നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതെ നീ അത്രത്തോളം എന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്, ഇനി ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ എൻ്റെ മനസ്സ് നീ മാറ്റാൻ ഇനി നോക്കുകയും വേണ്ട, നിൻ്റെ ജോലി നിനക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്തോളാം, നമുക്ക് രണ്ടുപേർക്കും രണ്ടായി തന്നെ ഇരിക്കാം, പിന്നെ കെട്ടിപ്പോയില്ലേ, അതുകൊണ്ട് ഒരുമിച്ചൊരു മുറിയിൽ കഴിയാം, അത്രമാത്രം എന്ന് അഖില പറയട്ടോ. പക്ഷേ ഗൗതമൻ നല്ല വിഷമമായിട്ട് ചോദിക്കുന്നു, മനസ്സിലായിട്ട് നിൻ്റെ മനസ്സിലിരിപ്പ്, നിന്നോട് ക്ഷമ പറയാൻ വരണ്ടായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു, നിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇങ്ങനെയുള്ളവൾ തന്നെയാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവളോട് ക്ഷമ ചോദിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് വീണ്ടും ഗൗതം തർക്കിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, അല്ലെങ്കിൽ തന്നെ എന്തിനാ
ഇതിൻ്റെയൊക്കെ ഒരാവശ്യമില്ല, നമുക്ക് രണ്ടുപേർക്കും പിരിയാം, അത് തന്നെയാണ് നല്ലത്, ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് തന്നെ ഡിവോഴ്സിൻ്റെ പേപ്പറൊക്കെ അയച്ചോ, ഞാൻ ഒപ്പിട്ട് തന്നേക്കാം എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ അഖിലയും അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടും നിനക്കൊരു മാറ്റമില്ലല്ലോ, സാരമില്ല, നീ അങ്ങനെ ചെയ്തു, ഞാൻ പോവാം എൻ്റെ പാട് നോക്കിയെന്ന് പറഞ്ഞ് അവർ വീണ്ടും ആ ഒരു ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ. അകലെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. രാവിലെ ഇവിടെ നമ്മൾ അർജുനാണെങ്കിൽ ഒത്തിരി വൈകി പോകുന്നുണ്ട് എണീക്കാൻ. ചാടി എണീറ്റിട്ട് മീനുവൊക്കെ കണ്ടിട്ട് അയ്യോ സമയമായല്ലോ, ഒത്തിരി 9 മണിയായി, നീ എന്താ മീനു എന്നെ വിളിക്കാൻ ഞാൻ ചോദിക്കട്ടോ. ഓ അത് ഇന്നലെ ടയേർഡായെന്നല്ലേ പറഞ്ഞേ, അപ്പം ഞാൻ വിചാരിച്ചു കിടന്ന് ഉറങ്ങട്ടെ എന്ന്, അതുകൊണ്ടാണ്. അയ്യോ ഇന്നാണെങ്കിൽ തോട്ടത്തിൽ പുതിയ പണിക്കാരൊക്കെ വരുന്നുണ്ട്. ഓ സ്വന്തം തോട്ടമല്ലേ, എന്തിനാ ഇത്ര വെപ്രാളം പിടിക്കണം, പതുക്കെ പോയാൽ പോരെ. അതല്ല മീനു, പുതിയ തോട്ടമൊക്കെ വരുന്ന പണിക്കാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിനവിടെ ആളുണ്ടല്ലോ, സുമിത്രനുണ്ട്, പിന്നെ മറ്റേ പ്രതാപേട്ടനുണ്ട്, പിന്നെന്താ, അതൊന്നും ശരിയാവത്തില്ല. കൊള്ളാം, ഞാൻ തന്നെ വേണം അവിടെയൊക്കെ കാര്യങ്ങൾ എത്താനായിട്ട്. ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ ഷർട്ടൊന്ന് അയൺ ചെയ്ത് വെക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് ഓടി വരാം, പെട്ടെന്ന് പോവാം, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ ഇടയ്ക്കെന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് അതിനുള്ള ടൈമൊന്നുമില്ല, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോ അർജുൻ. ശരി ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞാൽ അർജുൻ കുളിച്ചിട്ട് വരികയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് മീനും ഷർട്ടെല്ലാം തേച്ചിട്ടാണ് കേട്ടോ. ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ട ബട്ടണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മീനു പറയും നിൽക്കും, ഞാൻ ഓടിപ്പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചായ എടുത്തിട്ട് വരാം കേട്ടോ. അലമാര തുറന്ന് സ്പ്രേ എടുത്ത് ദേഹത്തൊക്കെ അടിക്കുകയാണ്. ഈ സമയം ചായയും കൊണ്ട് മീനും അങ്ങോട്ട് വരികയാണ്. സ്പ്രേ എല്ലാം വെച്ചിട്ട് തിരിയണത് മീനുവിൻ്റെ കൊണ്ടുവന്ന ചായയിൽ കൈ തട്ടിയിട്ട് ആ ഷട്ടിലെല്ലാം ചായ വീഴുക കേട്ടോ. അങ്ങനെ മീനു വെപ്രാളം പിടിക്കുക. അയ്യോ അർജുൻ സോറി, ഞാൻ അറിയാതെ പറ്റിയത്, അയ്യോ എന്നൊക്കെ സാരയില്ല പോട്ടെ എന്ന് പറയാൻ കേട്ടോ. അയ്യോ പൊള്ളിയായിരുന്നു അർജുൻ. ഏയ് ഒന്നുമില്ല, നീ സമാനപ്പെടുക, ഞാൻ തുടച്ചു തരാം എന്നിങ്ങനെ മീനു പറയട്ടോ. വേണ്ട ഞാൻ തുടച്ചോളാം. അതെന്താ ഞാൻ തുടച്ചു തന്നാൽ? അത് മീനു മനസ്സിൻ്റെ കാര്യമല്ലേ, എപ്പോൾ വേണമെങ്കിലും കൈകിട്ട് പോവാം, ഞാൻ നിനക്ക് തന്ന വാക്ക് അത് മാറ്റാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. മീനു അല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.